ഞങ്ങളുടെ ഒരു ഇമ്പോർട്ടന്റ് ഡേ ആണ് വരാൻ പോകുന്നത്. സോ അതില് എക്സൈറ്റഡ്. എല്ലാവിധ എപ്പോഴും അറിയാനോ നിങ്ങളുടെ കയ്യിൽ നിന്ന് കേൾക്കാനും താല്പര്യമുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു നാഗ്പൂർ പ്രണയമാണ്. ഹിന്ദിയിലെ സംസാരിക്കാൻ പിന്നെ ഹിന്ദി പറഞ്ഞ നോർമൽ ഹിന്ദി അല്ല, പ്രോപ്പർ ഹിന്ദി സംസാരിക്കും. മനീഷേട്ടന്റെ പ്രിയതമയാണ് തൊട്ടടുത്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് മനീഷേട്ടൻ പറഞ്ഞ ഒരു വേർഡാണ്, നീ മിസ് ചെയ്തപ്പോൾ ഞാൻ നമ്മുടെ സ്കൈ കോഡിന് വേണ്ടി ഒരു പേര് അത് വേണം സ്കൈ എന്ന് പറഞ്ഞു. അങ്ങനെ മനീഷേട്ടൻ പറഞ്ഞ വേർഡാണ്. പുറത്തിറങ്ങി ഇവർ ഓരോ വീഡിയോ ഇടുമ്പോൾ അതിന്റെ കമന്റ് സെക്ഷൻ മൊത്തം ഇവർ കല്യാണം കഴിക്കണം. അത്രയും റിയാലിറ്റി ഷോയിൽ അത്ര ആൾക്കാരെ മുന്നേ പുള്ളി പിടിച്ച് എനിക്കറിയില്ല. ബട്ട് കുറെ ആൾക്കാരുടെ ഹൃദയം ജയിച്ചതാണ്. അർജുൻ ശ്രീതു തന്നെ ഞങ്ങൾക്ക് വേണം, ബിക്കോസ് അവർ ജസ്റ്റിഫൈ ചെയ്യണം. ഞാനാണ് ഫസ്റ്റ് ഐ വാസ് കോളിംഗ് ശ്രീതു, ഷീ ഈസ് മൈ ലൈക്ക് ലിറ്റിൽ സിസ്റ്റർ. അപ്പം ഞാൻ ശ്രീതുവിനോട് പറഞ്ഞു, ശ്രീതു ഇങ്ങനെ ഒരു സംഭവം. പിന്നെ ഞാൻ അർജുനെ വിളിച്ചു, അർജുനെ ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോ അർജുൻ പറഞ്ഞു ഓക്കെ. ശരണി ചേച്ചി വഴി ഇനി ഇവരുടെ കല്യാണം എങ്കിലും നടന്നു കിട്ടിയല്ലോ എന്നുള്ള രീതിയിലായിരിക്കും. ആ ലുക്കിലൊക്കെ ഇപ്പോഴും ഗന്ധർവന്റെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് ആസ്വദിക്കും. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ചെയ്യും. ഡിറ്റർമിൻഡ് ആണ് അത്രേ. ഹലോ എവറി വൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് മീ നേഹ മാത്യു. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റാണ്. ഒരു കപ്പിളാണ്, ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ, ഒരു ക്യൂട്ട് കപ്പിളാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം ശരണി ചേച്ചി ആൻഡ് മനീഷേട്ടാ. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. രണ്ടുപേരും ഞാൻ വന്നു കയറിയപ്പോൾ തന്നെ ഞാൻ പറയുമായിരുന്നു, ഭയങ്കര ഐശ്വര്യത്തോടു കൂടെ മുണ്ടും ഇതാണെങ്കിലും സാരി ആണെങ്കിലും ഇപ്പം എനിക്ക് വന്ന് അമ്പലത്തിൽ നിന്ന് വന്നാന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഭയങ്കര ഐശ്വര്യത്തോടു കൂടിയാണ് നമ്മുടെ ഇന്റർവ്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം ഹൗ ആർ യു? ആദ്യം തന്നെ ശരിയാ. ഞങ്ങള് ആക്ച്വലി ഞങ്ങളുടെ ഒരു ഇമ്പോർട്ടന്റ് ഡേ ആണ് വരാൻ പോകുന്നത്. സോ അതില് എക്സൈറ്റഡ്. എല്ലാവിധ പോസിറ്റിവിറ്റി നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ദേവിയൊക്കെ തന്ന് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. അതെ, പോയിട്ട് തൊഴുത് കർത്താവേ ദൈവമേ, എല്ലാ ദൈവങ്ങളും വെച്ച് പ്രാർത്ഥിച്ച് നല്ല ഐശ്വര്യത്തോടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇന്റർവ്യൂസ് ഇതിനു മുമ്പാണ് നമുക്ക് എപ്പോഴും അറിയാനോ നിങ്ങളുടെ കയ്യിൽ നിന്ന് കേൾക്കാനും താല്പര്യമുള്ളൊരു കാര്യമുണ്ട്. കാരണം ബിഗ് ബോസിൽ പോയ സമയത്ത് ശരണി ചേച്ചി ഏറ്റവും കൂടുതൽ അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് എൻ്റെ മനീഷേട്ടൻ. അപ്പം നമ്മൾ എല്ലാവർക്കും ശരണി ചേച്ചി തിരിച്ചിറങ്ങുമ്പോൾ അറിയേണ്ട ഒരു കാര്യമായിരുന്നു, നിങ്ങളൊരു നാഗ്പൂർ പ്രണയമാണ്, ഒരു അറേഞ്ച് മാരേജ് ലവ് മാരേജ് ആണെന്നുള്ളത് അറിയാം. പക്ഷെ ലൈക്ക് ഒരു ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് അടിപൊളി ലവ് സ്റ്റോറി കേട്ടിട്ട് അങ്ങ് തുടങ്ങാലോ. അപ്പൊ എങ്ങനെയായിരുന്നു? ആക്ച്വലി അറേഞ്ച് മാരേജ് കഴിഞ്ഞാണ് ഞങ്ങൾ ലവ് സ്റ്റാർട്ട് ചെയ്തത്. ബിഫോർ ദാറ്റ് ലവ് സ്റ്റോറി ഇല്ലായിരുന്നു. കോവിഡ് ടൈമിൽ ഞങ്ങൾക്ക് ഒത്തിരി ടൈം കിട്ടി. അപ്പോ ഞങ്ങളുടെ ഓൾമോസ്റ്റ് 6 മാസത്തെ കോഡ്ഷിപ്പ് പീരീഡ് ഉണ്ടായി. അപ്പോ 6 മാസം ഞങ്ങൾ ഓൾമോസ്റ്റ് കോവിഡ് ടൈമിൽ ഞങ്ങൾ രണ്ടുപേര് ഫ്രീ ആയിട്ട് ഇരിക്കണ്ടേ. എന്റെ ബിസിനസ് ആ സമയത്ത് ഉണ്ടായില്ല. പിന്നെ ശരണ്യ അത്യാവശ്യം ഫ്രീ ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം സംസാരിച്ചു. അപ്പോൾ ശരണ്യ സഡൻലി ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഹിന്ദി പറഞ്ഞ നോർമൽ ഹിന്ദി അല്ല, പ്രോപ്പർ ഹിന്ദി സംസാരിക്കും. എനിക്കത് ഭയങ്കര ഷോക്കറായി. അപ്പൊ ശരണ്യ പറഞ്ഞു ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഗുജറാത്തിലാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ വിചാരിച്ചു 3 മാസം ഞങ്ങൾ സംസാരിക്കാം. ദെൻ ഞങ്ങൾ വെരി ഫസ്റ്റ് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫാമിലി ആയിട്ട് മീറ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ അങ്ങനെ ഫാമിലി ഇൻവോൾവ് ആയി. ഇപ്പൊ ശരണ്യയുടെ ഫാൻ തന്നെ ഉണ്ട് എന്റെ അമ്മ. അപ്പൊ അങ്ങനെ തന്നെ അമ്മനൊക്കെ അമ്മ ഓൾറെഡി വീണു. അപ്പൊ കൺവിൻസ് ചെയ്യേണ്ടി വന്നു. അല്ലാതെ അനുഗ്രഹം കിട്ടി. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ ആക്ച്വലി ആ ഒരു സമയത്ത് ഒന്ന് നമുക്ക് അട്രാക്ഷൻ വന്നത് ഹിന്ദി കോമൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. മനീഷാണ് ശരിക്കും എവിടെ നിന്നായിരുന്നു? ആക്ച്വലി എന്റെ തറവാട് ഇവിടെയാണ്, ചാലക്കുടി പറയും. അപ്പൊ അവിടെയാണ്. പക്ഷെ ബ്രോൺ ആൻഡ് ബോർഡും ഞാൻ നാഗ്പൂരിലാണ്, മഹാരാഷ്ട്ര. എന്റെ നാട് പത്തനംതിട്ട, അടൂര്. പക്ഷെ ബോൺ ഇൻ ഗുജറാത്ത്. പക്ഷെ എന്നും കൊണ്ട് ഇത്രയൊക്കെ മലയാളം ഞങ്ങൾ ഒപ്പിച്ചെടുത്തു. ശരണി ചേച്ചി മലയാളം പറഞ്ഞു കേൾക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മലയാളം അറിയാത്ത ഒരാളാന്ന് തോന്നത്തില്ല. നല്ല സ്ഫുടമായിട്ടാണ് പറയണത്. നല്ല എന്നാണ് പറയണത്. എന്നാലും
ഓക്കെ. അപ്പോൾ ഞങ്ങള് ഹിന്ദി ആണ് കോമൺ കമ്മ്യൂണിക്കേഷൻ, ഭയങ്കരമായിട്ട് ഈസി വന്നപ്പോ അതും മലയാളം അറിയായിരുന്നു, മനുഷ്യട്ടിനും മലയാളം അറിയായിരുന്നു. സോ അതായിരുന്നു മനസ്സിലാവായിരുന്നു. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിരുന്നു. ഫാമിലി കാരണം ഞാനും എൻ്റെ നല്ല സമയം തൊട്ടിട്ട് ഫാമിലി ഓറിയന്റഡ് ആണ്, ഫാമിലിക്ക് വേണ്ടി അങ്ങനെ ഒരാളാണ്. മനുഷ്യേട്ടനിലും എനിക്ക് അട്രാക്ട് ചെയ്തത് ഫാമിലി, കൂടുതലും ഫാമിലിനെ ഭയങ്കര കൺസേൺ ആവുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ജോയിന്റ് ഫാമിലി ജോയിന്റ് തന്നെ ആയിരിക്കും, ഡോണ്ട് വറി. അതാണ് ആദ്യം പറഞ്ഞത്, ജോയിന്റ് ഫാമിലിയാണ്. അപ്പം ഇപ്പൊ നിങ്ങളിപ്പോ കൊച്ചി സെറ്റിൽഡ് ആണോ രണ്ടുപേരും? അല്ല, രണ്ട് സ്ഥലത്തും ഉണ്ട്. നമ്മൾ കൊച്ചിയിലും ഉണ്ട്, നാഗ്പൂരിലും. പ്രൊഫഷണൽ വൈസ് whenever ഞങ്ങളുടെ ഒരു എന്തെങ്കിലും അസൈൻമെന്റ് എന്തെങ്കിലും പ്രൊജക്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ട്രാവൽ കൊച്ചി വരും, പിന്നെ നാഗ്പൂർ പോവും. അവിടെ ബിസിനസ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകണം. ഇനി ഇങ്ങോട്ട് ബിസിനസ് അപ്പൊ തിരക്കാണ്, ഓടി നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഓടി നടത്തത്തിൽ കൂടെ വന്ന ഒരു പ്രൊജക്റ്റ് ആണ് നമ്മുടെ പ്രിയതമ. ഓക്കെ, മനീഷേട്ടന്റെ പ്രിയതമയാണ് തൊട്ടടുത്തിരിക്കുന്നത്. ആ അതിലൊരു സംഭവമുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ പ്രിയതമാന്ന്, അതുകൊണ്ട് ഞാൻ പറയാം. ബിഗ് ബോസിൽ പോയ സമയത്ത് നമ്മളുടെ ഈ സ്കൈ കോഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ പറ്റി നമ്മൾ കുറെ ടൈം തൊട്ടിട്ട് ഓൾമോസ്റ്റ് 2 വർഷമായി ഞങ്ങൾ ഈ പ്രോജക്റ്റിന് വേണ്ടി സ്കൈ കോഡ് പ്രോജക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്ന് മനീഷേട്ടൻ ഒരു 2 ഇയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രിയതമ എന്നുള്ളത് ഇപ്പം പറയാൻ പോകുന്നത്, പ്രിയതമ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, നമ്മൾ 75 ദിവസം കാണാതൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പൊ ആള് എപ്പോഴും ഇങ്ങനെ ടിപ് ടോപ്പ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ആളുടെ ബിസിനസ്സും സലോൺ, കാപ്പിലോ സലോൺ ഇവരുടെ മെയിൻ ബിസിനസ്. അപ്പൊ ആൾ എന്നെ എപ്പോഴും പറയുന്നത് എപ്പോഴും ടിപ് ടോപ്പ് ആയിട്ട് തന്നെ ഇരിക്കണം, വീട്ടിലായാലും പുറത്തായാലും എവിടെ പോയാലും അങ്ങനെ. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഭയങ്കര സന്തോഷിച്ച് വരുവാണ്. എവിക്റ്റ് ആയതൊന്നും അല്ല എന്റെ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മനുഷ്യട്ടിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു വരും. അപ്പൊ ഞാൻ കാണുന്ന ഒരു ദേവദാസൻ, താടിയെല്ലാം ഇങ്ങനെ ഭയങ്കര ശോഷിച്ച് ഉണങ്ങിയൊക്കെ കാണുന്നു. ഇതെന്തോ എന്റെ മനുഷ്യട്ടൻ ഇങ്ങനെ, എനിക്ക് മനസ്സിലായില്ല ആദ്യം. ഞാൻ ഇങ്ങനെ തപ്പുന്നു, ഞാൻ നല്ല സ്ലിം ഉള്ളിലിരിക്കുമ്പോ നമ്മൾ അറിയുന്നില്ലല്ലോ പുറത്തുനിന്ന്. എന്റെ വേറെ ആരുമല്ല മനുഷ്യൻ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കാണുന്ന. അപ്പൊ ആ സമയത്താണ് മനുഷ്യട്ടൻ വീട്ടിലുണ്ടാവല്ലോ, റിലാക്സ് ചെയ്യുന്ന ഒരു 3 മാസം എല്ലാം സോഷ്യൽ മീഡിയ മാറ്റി. എവിടെയായിരുന്നു ശരണ്യ? അതാ ഇവിടെയായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് മനുഷ്യട്ടൻ പറഞ്ഞ ഒരു വേർഡാണ്, നീ മിസ് ചെയ്തപ്പോ ഞാൻ നമ്മുടെ സ്കൈ കോഡിന് വേണ്ടി ഒരു പേര്, അത് വേണം സ്കൈ എന്ന് പറഞ്ഞു. അങ്ങനെ മനീഷേട്ടൻ പറഞ്ഞ വേർഡാണ് പ്രിയതമ. എന്നെ ആലോചിച്ചിട്ടാണ് മനീഷേട്ടൻ പറഞ്ഞതെന്നാ പറയുന്നത്. അപ്പൊ ഈ ആൽബം ശരിക്കും ഡെഡിക്കേറ്റഡ് ടു ശരണ്യ ചേച്ചിയാണ്. പക്ഷെ ഇതിന്റെ പിന്നാലെ ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങള് സ്കൈ കോഡ് വിനു പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡയറക്ടർ വിനു വിജയ്. तो സഡൻലി ഞങ്ങളുടെ പ്ലാനിങ് ഉണ്ട്. ഇപ്പോ ശരണ്യനെ ഞങ്ങൾ സ്കൈ ആണ് വിളിക്കാറ്. അപ്പോ സ്കൈ, അപ്പോ അതിന്റെ ഐഡിയ ഉണ്ട്, ചേട്ടാ ഞങ്ങൾക്ക് സ്കൈ തന്നെ പേര്, സ്കൈ മ്യൂസിക് തന്നെ വയ്ക്കാം. അപ്പൊ അങ്ങനെ രജിസ്ട്രേഷൻ നേരത്ത് സ്കൈ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ബ്രോ കോഡ് എടുത്തു, സ്കൈ കോഡ് എടുത്ത് ഞങ്ങൾ പ്രോപ്പർ രജിസ്റ്റേർഡ് ഒരു റെക്കോർഡ് ലേബൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തു. അതില് സ്കൈ എന്നുള്ള പേരിൽ തുടങ്ങാമെന്ന് പറഞ്ഞത് വിനു വിജയൻ, നമ്മളുടെ പ്രിയതമ സോങ്ങിലെ ഡയറക്ടറാണ്. വിനു ആണ് ആക്ച്വലി നമുക്ക് ഇവരുടെ കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞ ബിഗ് ബോസിനകത്ത് ഇരിക്കുന്നോണ്ട് ഞാൻ ഇതിന്റെ പുറകെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നപ്പോ എല്ലാം റെഡി ആയിരിക്കുക, സംഭവം അപ്പൊ ഞങ്ങൾ 2 വർഷം കൊണ്ട് പ്ലാൻ ചെയ്തോണ്ടിരുന്നത് ബിഗ് ബോസിന്റെ ഡ്യൂറേഷനിൽ ഇവരെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഞാൻ 2 വർഷം ഞങ്ങൾക്ക് പ്രോപ്പർ ടീം സെറ്റപ്പിന് വേണ്ടിയിട്ടായിരുന്നു, റിസർച്ച് ഒക്കെ കാര്യങ്ങള് ഇതിനെപ്പറ്റി കുറച്ച് സ്റ്റഡി മനുഷ്യട്ടൻ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഉണ്ട്. നമ്മൾ സുപ്രഭാതത്തിൽ വിചാരിച്ച കാര്യമല്ല. പക്ഷെ ഔട്ട് കണ്ടിട്ട് ഞങ്ങൾ സൂപ്പർ ഹാപ്പിയാണ്. പിന്നെ റെസ്പോൺസ്, ഞങ്ങൾക്ക് പ്രേക്ഷകരുടെ ഇത്ര നല്ല റെസ്പോൺസ്
മോശം പോസ്റ്ററിൽ ഇത്ര ഞങ്ങൾക്ക് അടിച്ചു ഒരു മോഷൻ പോസ്റ്ററിന് ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഇത്ര പെട്ടെന്ന് മില്യൻസ് അടിച്ചിട്ടില്ല. ഇത്ര നല്ല ഞങ്ങൾക്ക് റെസ്പോൺസ് കിട്ടിയപ്പോ അതിന് സീരിയസ്ലി നന്ദി. അപ്പോൾ ഓൾസോ നമ്മുടെ പ്രിയതമ്മയിലോട്ട് വരുമ്പോൾ നമ്മുടെ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ. അപ്പം നമ്മുടെ അർജുനും ശ്രീത്തുമാണ് അതിൻ്റെ കാസ്റ്റ്. അപ്പം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ ആണെങ്കിലും ഇവർ പുറത്തിറങ്ങി ഇവർ ഓരോ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ മൊത്തം ഇവർ കല്യാണം കഴിക്കണം, ഇവർ കല്യാണം കഴിക്കണം, ഇവർ കല്യാണം കഴിക്കണം എന്നാണ്. അപ്പോൾ ഈ നമ്മുടെ ഹോൾ കോൺസെപ്റ്റ് ആണെങ്കിലും മാരേജ് ലൈക്ക് മോഷൻ പോസ്റ്റർ കാണുമ്പോൾ ഒരു മാരേജ് സെറ്റപ്പ് ആണ്. അപ്പോൾ ഇവരിലേക്ക് എങ്ങനെയാണ് ഷോട്ട് ഡൗൺ ചെയ്ത് നോക്കി ഇവര് നമുക്ക് ചെയ്യാം, ഇവരോട് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഹോൾ പ്രോസസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രസന്റ് ഞാനാണ് ചെയ്തത്. ബട്ട് ഓഫ് കോഴ്സ് ഈ പ്രിയതമ സോങ് ഇപ്പം നമ്മൾ പ്രിയതമ എന്ന് പറഞ്ഞ വേർഡ് മനുഷ്യട്ടം പറഞ്ഞു കഴിഞ്ഞ ശേഷം പ്രിയതമ ഈ സോങ് ഉണ്ടാക്കുന്ന ഐ മീൻ കമ്പോസ് ചെയ്ത നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മുരളി കൃഷ്ണ. അപ്പം അദ്ദേഹത്തിന് ഒരു മേജർ റോളുണ്ട്. ഹീസ് വെരി യങ്, ഹീസ് ലൈക്ക് അവർ ബ്രദർ. അപ്പം മെയിൻ ഫാക്ട് ഒരു പ്ലസ് പോയിന്റ് എന്നൊന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ട വൈബുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട പൾസ് ഉള്ള ടീമാണ് ഞങ്ങൾക്ക് ആയിരിക്കുന്നത്. നമുക്കനുസരിച്ച് തുള്ളി നിൽക്കുന്ന കളക്റ്റീവ് ഡിസിഷൻ എടുക്കും. മീൻസ് ഒരാള് ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഫൈനൽ ഉണ്ടാവില്ല. ഓബ്വിയസ്ലി മെയിൻ ആൾക്കാരുണ്ട്, പക്ഷെ ഞങ്ങൾ എല്ലാവരുടെ ഡിസ്കഷൻ ചെയ്ത് പ്രോപ്പർ ഒരു കൺക്ലൂഷനിൽ വരും. അതിലെ മെയിൻ ശരണ്യാണ് ഞാൻ പറയും ശരണ്യതാണ് ബ്രെയിൻ ചൈൽഡ് ഞങ്ങളുടെ സ്കൈകോഡ് പ്രൊഡക്ഷൻ ഒക്കെ. അപ്പോ അങ്ങനെ അതല്ല ഇത് ഇവിടെ ഞാൻ തിരുത്തുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ബിഗ് ബോസിനകത്തായിരുന്നു. ഞാൻ ആക്ച്വലി ഐ എം ഫീലിംഗ് ബ്ലെസ്ഡ്. ഐ എം ഫീലിംഗ് യുനോ എപ്പോഴും ഞാൻ ആഗ്രഹിച്ച ഒരു പേരുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ എന്റെ ഫീൽഡിൽ നിന്നായിരിക്കണേ, എന്റെ താളത്തിന് അല്ലെങ്കിൽ എന്റെ ഒരു വൈബിന് പോകുന്ന ഒരാളായിരിക്കുന്നതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പം അതാണ് മെയിൻ മനുഷ്യട്ടൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്നാണെന്നുള്ള ഒരു മെയിൻ ഒരു ഫാക്ടറും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു പ്രോജക്റ്റിലേക്ക് മനുഷ്യട്ടൻ ഞാൻ ബിഗ് ബോസിനകത്ത് ഇരുന്ന സമയത്ത് എനിക്ക് ഉറപ്പുണ്ട് ഈ 65 ഡേയ്സിൽ ശരിക്കും ആള് അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. കാരണം പ്രിയതമ എന്ന് പറഞ്ഞ വേർഡ് കഴിഞ്ഞിട്ട് ഈണം ഇങ്ങനെ കേറുന്നത് കുറയ്ക്കുന്നതിൽ വരെ മനുഷ്യട്ടന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് നമ്മൾ ഡാൻസ് മനുഷ്യട്ടന്റെ എൻട്രി ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ഡാൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞ ഷോ, ആദ്യം കോമഡി സ്റ്റാർ ആസ് എ ഗസ്റ്റ് ആയിരുന്നു ഞങ്ങള്, ദെൻ ഡാൻസിങ് സ്റ്റാർ. അപ്പം ഡാൻസിങ് സ്റ്റാറിലാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായത് മനുഷ്യട്ടന് ഡാൻസ് കളിക്കാൻ പറ്റും. അപ്പൊ എല്ലാരും എന്നോട് പറയുന്നത് ഈ വേദികയ്ക്ക് ഭയങ്കര പവർ, ഹസ്ബൻഡിന് വരെ ഡാൻസ് കളിപ്പിച്ചെടുക്കുന്നു. സത്യം പറഞ്ഞ മനുഷ്യട്ടൻ ഈസ് എ നോൺ ഡാൻസർ. ബട്ട് പുള്ളി അവിടെ അത്രയും റിയാലിറ്റി ഷോയിൽ അത്ര ആൾക്കാരുടെ മുന്നേ പുള്ളി പിടിച്ചെങ്ങനെ കളിച്ചത് എനിക്കറിയില്ല. ബട്ട് കുറെ ആൾക്കാരുടെ ഹൃദയം ജയിച്ചതാണ്. അതേപോലെ തന്നെ ഈ ഇതെന്ന് പറയുന്ന ഒരു മ്യൂസിക്കിന് വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവം. അപ്പം മനുഷ്യന് അതിൽ താളം ലയം ഇങ്ങനത്തെ സംഭവമൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പോഴും അറിയില്ല. ബട്ട് മനുഷ്യൻ പറയുമ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് പാട്ടറിയോ അങ്ങനെ എനിക്കായിപ്പോയി. ആൻഡ് ഐ വാസ് ലൈക്ക് ലെറ്റ് ഹിം ഡു, കുഴപ്പമില്ല ചെയ്യുന്നെങ്കിൽ ചേട്ടാ, ലെറ്റ് സീ വാട്ട് ഈസ് ദ റിസൾട്ട്. ബട്ട് ട്രസ്റ്റ് മീ, എന്നോട് ഒരു കണ്ടീഷൻ പറഞ്ഞു, വിനീത് ചേട്ടൻ നമ്മളുടെ പാട്ട് പാടും. സോ ഹി വാസ് വെയിറ്റഡ് ഫോർ വിനീത് ചേട്ടൻ ഡേറ്റ്. കാരണം വിനീത് ചേട്ടൻ ആ സമയത്ത് ഓൾമോസ്റ്റ് 6 months ആയിട്ട് ഒരു പാട്ട് ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ഫോർ us he did that song. പിന്നെ എനിക്ക് BK ഹരിനാരായൺ സർ ചേട്ടൻ ഞങ്ങളുടെ ജീവാംശമൊക്കെ, കാരണം എനിക്ക് ചില സോങ് മാത്രം അറിയാം, അതിൽ മെയിൻ സോങ് BK ചേട്ടൻ. കാരണം അദ്ദേഹത്തിന്റെ ക്ലാസിക് ഒരു ഇതാണ്, ലിറിക്സിൽ ഒരു ക്ലാസിക് ഉണ്ട്, ഒരു എന്താ പറയാ, ഒരു ലവ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എല്ലാം നമ്മുടെ മലയാളമൊക്കെ നാടൻ ടച്ചിലാണ്. അപ്പൊ ഞാൻ പ്രിയതമ വേർഡ് കൊടുത്തപ്പോ അതിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാസ്റ്റിംഗിന്റെ കാര്യത്തില് അതിലേക്ക് കാസ്റ്റിംഗ് ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളെ പാട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ ഭയങ്കര ഇംപ്രസ്ഡ് ആയി നമ്മള് പാട്ടൊക്കെ. ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ്. അപ്പോൾ നമുക്ക് ഇനി കാസ്റ്റിംഗ് ചെയ്യാന്നുള്ള ഒരു പോയിന്റ് വന്നു. കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ പാട്ട് ഇത് കേൾക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഈ പാട്ട് കേൾക്കുമ്പോൾ മനുഷ്യട്ടൻ കേട്ടിട്ട് പറഞ്ഞു എനിക്ക്
എന്താന്നറിയത്തില്ല, ശ്രീതു ഇതില് ഫിറ്റ് ആവും എന്നോട് പറഞ്ഞു. ഞങ്ങൾ 2-3 എല്ലാവരും വിചാരിക്കും ജസ്റ്റ് ഫോർ പോപ്പുലാരിറ്റി ഞങ്ങളുടെ അടുത്ത്. പക്ഷെ ദാറ്റ്സ് എ ഡിഫറെന്റ് സിനാരിയോ. പോപ്പുലാരിറ്റി ഒബ്വിയസ്ലി നമുക്ക് ആരെങ്കിലും കിട്ടും. പക്ഷെ ഞങ്ങൾ കണ്ണടിച്ച് ഈ പ്രിയതമ ഞങ്ങൾ കേട്ടുമ്പോ ഞങ്ങൾ 2 പേരുടെ മനസ്സിൽ അത് തന്നെ ശരണ്യ വാസ് ലൈക്ക് അർജുൻ ശ്രീതു തന്നെ ഞങ്ങൾക്ക് വേണം. ബിക്കോസ് അവർ ജസ്റ്റിഫൈ ചെയ്യണം. പ്രിയതമ പറഞ്ഞ ഇറ്റ്സ് സ്വീറ്റ് ഹാർട്ട്, ഡാർലിംഗ്, പ്യോർ, ഇന്നോസെൻസ് അങ്ങനെയാണ്. അപ്പൊ അവരുടെ ഒരു ജോഡി അങ്ങനത്തെ ഡിസ്ക്രൈബ്. ഇപ്പൊ വേറെ ജോഡി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടച്ചിങ് അതൊക്കെ ഉണ്ടാവും. അവരുടെ ഭയങ്കര ഇന്നോസെൻസ്, പ്രോപ്പർ. അപ്പോൾ നോട്ട് ജസ്റ്റ് ഫോർ പോപ്പുലാരിറ്റി കൺസേൺ. ഞങ്ങളിപ്പോ കണ്ണടിച്ച് ഞങ്ങളുടെ ഈ സോങ് റിലീസ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞങ്ങൾ കണ്ണടിച്ച് കഴിഞ്ഞാൽ അർജുൻ ശ്രീതു തന്നെ കാണും. കാരണം ആ സോങ് അങ്ങനെയാണ്. അപ്പം ആ സോങ്ങില് പ്യുവർ ലവ്, പിന്നെ ഇന്നസെൻസ്, അതുപോലെ തന്നെ എന്താ പറയാ സ്വീറ്റ് ഹാർട്ട്, ഡാർലിംഗ്, അല്ലെങ്കിൽ മെഹബൂബ, ഹിന്ദിയിൽ മെഹബൂബ എന്നൊക്കെ പറയും. ഒരു കാതൽ. അപ്പൊ അങ്ങനത്തെ ഒരു വേ ആണ് ആ പാട്ടിന്റെ ഒരു ഇത്. അപ്പൊ പാട്ട് റിപ്പീറ്റഡ്ലി കേട്ടപ്പോ ആദ്യം നമുക്ക് ഈ കാസ്റ്റ് ചെയ്യുമ്പോൾ കുറെ ലിസ്റ്റ് വരുമല്ലോ, നമുക്ക് കുറെ ലിസ്റ്റ്, പല ലിസ്റ്റുകൾ വന്നു. ആക്ട്രസ് സൈഡിൽ നിന്നുണ്ട്, ഇൻഫ്ലുവൻസർ സൈഡിൽ നിന്നുണ്ട്, ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നുണ്ട്, പല സൈഡിൽ നിന്നുണ്ട്. പക്ഷെ മനുഷ്യട്ട് ഇത് പറഞ്ഞപ്പം ഞാൻ പിന്നെ വേറെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ശ്രീതു മനുഷ്യട്ടൻ പറഞ്ഞെങ്കിൽ ഞാൻ അർജുൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും വേണ്ട, ഇത് മതി, നമ്മളങ്ങ് തീരുമാനിച്ചു. കാരണം കൃഷ്ണ രാധ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീൽ ഇല്ലേ, ഇന്നസെന്റ്, പ്യൂർ, അല്ലെങ്കിൽ ജനറേഷൻ ബൈ ജനറേഷൻ അതിന്റെ ഒരു സംഭവം നമ്മൾ ഇട്ടിട്ടുണ്ട്. അവർ നല്ലോണം എഫേർട്സ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച കാരണം നല്ല ഒരു പ്രസന്റ് നല്ലതായിട്ട് അവര് ചെയ്തിട്ട്. കാരണം എത്രയോ എനിക്ക് ഒരു ഷോട്ടിലൊക്കെ 3 hours വെയിലത്ത് നിന്നുള്ള വെയിലത്ത് നിന്ന് എല്ലാവർക്കും ചെയ്യേണ്ടി വരുന്നുണ്ട്. ബട്ട് ഡെഡിക്കേഷൻ. അപ്പൊ അവരോട് പ്രസന്റ് ചെയ്തപ്പോ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഞാൻ ആ പ്രസന്റ് കല്യാണ കോൺസെപ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ ഞാനാണ് ഫസ്റ്റ് ഐ വാസ് കോളിങ് ശ്രീതു. ഷീ ഈസ് മൈ ലിറ്റിൽ സിസ്റ്റർ. അപ്പം ഞാൻ ശ്രീതുവിനോട് പറഞ്ഞു, ശ്രീതു ഇങ്ങനെ ഒരു സംഭവം പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ തുടങ്ങുകയാണ്. സോ നമുക്ക് ഭാവിയിൽ കുറേ പ്ലാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു സോങ് ഉണ്ട് പ്രിയതമ്മ, ഞാൻ നിന്നെ കേൾപ്പിക്കാൻ, നീ ഒന്ന് കേൾക്കെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫോഴ്സ് ചെയ്തില്ല, അപ്രോച്ച് ചെയ്തു. ബിക്കോസ് നല്ല പ്രൊഡക്ഷൻ ഹൗസ് പ്രോപ്പർ വിനീച്ചേട്ടനുണ്ട്, വിക്കാരിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ശരണ്യ പറഞ്ഞ അവർ ചെയ്യും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. ഞങ്ങളെല്ലാം ക്ലാരിറ്റി ആയിട്ടാ പോയത്, അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ പറയല്ല, പ്രോപ്പർ ആയിട്ടാ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്രീതു ഒന്ന് നീ പാട്ട് ആദ്യം കേൾക്കുന്നു പറഞ്ഞു. അപ്പൊ ഇന്ന ആൾക്കാരാണ്, ഒന്ന് കേൾക്കുന്നു പറഞ്ഞു. കേട്ടു, നല്ല പാട്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, പറയേച്ചി എന്തായിരുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അപ്പോ മനീഷേട്ടന്റെ ഫസ്റ്റ് വേർഡ് ഈ പാട്ട് കേട്ടിട്ട് വന്നത് ശ്രീതു ആണ്. അയ്യോ മനീഷേട്ടാ, താങ്ക് യു. അപ്പൊ എനിക്ക് ഒരാഗ്രഹം, ഈ പാട്ടിൽ നീ വേണം, പേരായിട്ട് അർജുനും വേണം. ഞാൻ ചോദിച്ചു, ഓക്കെ ആണോ അത് ചോദിച്ചു. അത് ഓക്കെ ചേച്ചി, നോ പ്രോബ്ലം, അത് കാസ്റ്റ് എന്താ, ഇറ്റ്സ് യുവർ ഡിസിഷൻ അല്ലേ, അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാട്ട് ഇഷ്ടപ്പെട്ടോ? ഈ പാട്ട് ரொம்ப നല്ല പാട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മ എല്ലാരെയും കേൾപ്പിക്കുക, ഇങ്ങനെ സംഭവം ഉണ്ട്, ഓക്കെ ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഡീൽ ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ അർജുനെ വിളിച്ചു. ആദ്യം ശ്രീതുവിനെയാണ് വിളിച്ചത്. ഞാൻ ആദ്യം ശ്രീതുവിനെ വിളിച്ചത്. ബിക്കോസ് ശ്രീതുവിന്റെ പേരാണ് മനുഷ്യട്ടന്റെ വായിന്ന് വന്നത്. അപ്പൊ ഞാൻ അതിനാണ് ആദ്യം റെസ്പെക്ട് കൊടുത്തത്. എനിക്കും എന്റെ സിസ്റ്റർ പോലെയല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ അർജുനെ വിളിച്ചു. അർജുനെ ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പോ അർജുൻ പറഞ്ഞു, ഓക്കെ എന്താ സംഭവം, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, പാട്ട് തരാൻ നിനക്ക്. അർജുന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, കാസ്റ്റിംഗ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ പറഞ്ഞു, കാസ്റ്റിംഗ് കഴിഞ്ഞു? ആരാ? നീ മാറ്റാൻ പറഞ്ഞൊന്നും മാറ്റാൻ പറ്റത്തില്ല. ആരാ? ശ്രീതു വന്നു. അപ്പൊ പറഞ്ഞു, എനിക്ക് ഓക്കെ ആണ്. അപ്പൊ അങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടങ്ങ് കാസ്റ്റിംഗ് കഴിയും. അതുപോലെ തന്നെ എല്ലാം ഒരു ഫ്ലോ. അവര് പ്രൊഫഷണൽ ആയിരുന്നു, അവര് പക്ക നല്ല പ്രൊഫഷണൽ. ഐ മീൻ
രണ്ടുപേരും അറിയാം ഹൗ ടു ഡീൽ ആൻഡ് എവറിഥിങ്. ഓക്കെ, ദേ ആർ ഗുഡ്. ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവരാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഷൂട്ടിങ്ങിലായാലും അവര് ഡെഡിക്കേറ്റഡ് ആണ്, അവര് ടൈമിംഗിലായാലും അവര് പഞ്ച്വൽ ആണ്. എവറിഥിങ് 150 ക്രൂസ് ഒക്കെ ഉണ്ടായി. അതിൽ അവർ പ്രോപ്പർലി ഡെഡിക്കേറ്റ്, നോട്ട് ജസ്റ്റ് ബിക്കോസ് അവർ മെയിൻ ക്യാരക്ടർ ആണ്. അപ്പൊ അവർ നല്ലോണം ജസ്റ്റിഫൈ ചെയ്തു. അത് കാരണം ഞങ്ങളുടെ ടീമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഹാപ്പിയാണ് വിത്ത് ദ റിസൾട്ട്, വിത്ത് ദ പ്രൊഡക്റ്റ്. We have confidence. When we have confidence, മോഷൻ പിക്ചർ പോസ്റ്റർ കണ്ടിട്ട് അത് ആക്ച്വലി നമ്മൾ മോഷൻ പോസ്റ്റർ ഇട്ടപ്പോഴാണ്, ആ സ്നേഹം കണ്ടപ്പോഴാണ് നമുക്ക് ഓ മൈ ഗോഡ് ദ ഡിസിഷൻ വാസ് സോ കോൺഫിഡൻസ് ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയി. കാരണം ഞങ്ങളുടെ ഇത്ര എഫേർട്സ് ഒക്കെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, ബ്ലെസ് ചെയ്തു. ആൻഡ് ഓൾ ആർ വെയിറ്റിംഗ് now for everyone are waiting for fourth. അപ്പം tomorrow. So കാരണം ഇപ്പൊ ഇവരുടെ രണ്ടൊരു വീഡിയോസ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ താഴെ ഫുൾ ഇവര് കല്യാണം കഴിക്കുന്ന എപ്പോഴാണ്, ഇവരുടെ കല്യാണം എപ്പോഴാണ്. അപ്പം ഇതും കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും ഇവരുടെ ശരണി ചേച്ചി വഴി ഇനി ഇവരുടെ കല്യാണം എങ്കിലും നടന്നു കിട്ടിയല്ലോ എന്നുള്ള രീതിയിലായിരിക്കും. അതിനെന്ത് പറയുന്നു? ആക്ച്വലി ഇപ്പൊ എന്റെ ഫാമിലിയില് പറഞ്ഞു, ശരണിക്കുട്ട നീ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ടോന്നൊക്കെ. ഞാൻ കല്യാണം കഴിപ്പിച്ചു. ഞാൻ പറഞ്ഞ ഷൂട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ പ്രിയതമ്മയുടെ കുറച്ച് വിശേഷമാണ്. നമുക്ക് ചെറിയൊരു ഗെയിം സെഗ്മെന്റ്, ചെറുത്. അപ്പം നമ്മളുടെ കുറച്ച് നേരം ചില്ലായിട്ടിരുന്നു, കുറച്ചു നേരം ഒരു ഗെയിമാണ്. അപ്പൊ ഗെയിം ഫിനിഷ് ദ സെന്റൻസ് ചാലഞ്ച് ആണ്. ഓക്കെ, അപ്പം നിങ്ങളോട് രണ്ടൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ അതിന്റെ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, മനുഷ്യനെ ഫില്ല് ചെയ്യാം, ശനി ചേച്ചിയുടെ ഫില്ല് ചെയ്യാം ഇഷ്ടത്തിന്. ഓക്കെ, അപ്പൊ ആദ്യം ആര് സ്റ്റാർട്ട് ചെയ്യണം? ലേഡീസ് ഫസ്റ്റ് ആണോ ജെന്റ്സ് ഫസ്റ്റ് ആണോ? അപ്പൊ കമന്റ് ഒരു കണ്ടു, എന്തൊരു പാവാ. പ്രോജക്റ്റിന്റെ ഹെഡ് മനുഷ്യനായോണ്ട് മനുഷ്യനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ രണ്ടുപേരും റിലേറ്റഡ് തന്നെയാണ് കേട്ടോ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ നോട്ടിസ്ഡ് അബൌട്ട് യു വാസ് വെൻ വി ഫസ്റ്റ് മെറ്റ് ഐ തോട്ട് about her actually എനിക്ക് അതിന്റെ പേഴ്സണാലിറ്റി ബിക്കോസ് ഞാൻ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഞാൻ പറഞ്ഞു. അപ്പൊ നാട്ടിലത്തെ ആൾക്കാർക്ക് അങ്ങനെ പറയില്ല, ഇച്ചിരി ഹൈറ്റിന്റെ ഇഷ്യൂ. അപ്പൊ എനിക്ക് ശരണ്യന്റെ ഹൈറ്റ്, പേഴ്സണാലിറ്റി, ഓവറോൾ ഒരു ഗ്രേസ് ഉണ്ട്. എവിടെ ഒരു സ്ഥലത്ത് പോയാലും യൂണിക്, അതിന്റെ ഒരു ചാം ഉണ്ട്. അത് ഒരു ഹൈലൈറ്റ് പോയിന്റ് ആണ്. 10 ആൾക്കാരുടെ അടിയിൽ ശരണ്യ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, കുറച്ച് അങ്ങോട്ട് കൂടെ ഇനി പൊക്കാം. അതാണ് സെഗ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇഫ് വി കുഡ് സ്പെൻഡ്. അല്ലല്ല, ഓക്കെ, എന്നാ പിന്നെ പറയണം. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ, ഇഫ് വി കുഡ് സ്പെൻഡ് an entire day together we would. ബാക്കി we would love to spend our time with family. ഓക്കെ, നമ്മൾ ഓക്കെ ഫൈൻ, ഫാമിലി ആയിട്ട് ഇരിക്കാം. അയൻ വാവ. ഓക്കെ, ആക്ച്വലി ശരണ്യ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഉണ്ട്. രണ്ടുപേരും, അതാണ് ഞങ്ങളുടെ ട്യൂണിംഗ് മെയിൻ കാരണം. ശരണ്യ വെരി ഫസ്റ്റ് തിങ് ഐ വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ജോയിന്റ് ഫാമിലി. ഇപ്പൊ ശരണ്യക്ക് ഞാൻ പറഞ്ഞു എന്റെ ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ ശരണ്യ വാസ് ലൈക്ക് എനിക്കും അത് ജോയിന്റ് ഫാമിലി തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടിയ സ്ഥലം ഫാമിലി. ബിഗ് ബോസ് കഴിഞ്ഞ് പോയിരുന്നപ്പോഴാണ് ഒരു ചിൽ ഔട്ട്, നെറ്റ്ഫ്ലിക്സ്, രാത്രി ഒക്കെ. ഓക്കെ, ഒരു സ്ഥലം കൂടി നെറ്റ്ഫ്ലിക്സ്. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കാണും. അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇല്ലെങ്കിൽ പിന്നെ കാണത്തുമില്ല. നിർത്തി വെച്ചല്ലോ ബിഗ് ബോസ്. ഓക്കെ, നെക്സ്റ്റ് മനീഷേട്ടനാണ്. ദ മൊമെന്റ് ഐ റിയലൈസ്ഡ് ഐ ലവ്ഡ് യു വാസ്. The moment she accepted my family as means ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇപ്പൊ പറഞ്ഞത് സെയിം. ഞാൻ പറഞ്ഞു എന്റെ ഫാമിലിയില് 2 അച്ഛൻ 2 അമ്മമാരുണ്ട്, എന്റെ ഏട്ടത്തി അമ്മ ഉണ്ട്. ഷീസ് ലൈക്ക് ഐ ആം ഡെഫിനറ്റ്ലി ഓക്കെ വിത്ത് ദാറ്റ്. അപ്പൊ എന്റെ ജോയിന്റ് ഫാമിലി ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തപ്പോഴേക്കും ഐ ആം ഓക്കെ വിത്ത് ദ ജോയിന്റ് ഫാമിലി തിങ്. तो ഞാൻ അപ്പൊ തന്നെ ഉറപ്പിച്ചു, പ്രണയമായി അങ്ങോട്ട് വീണുപോയി. അതായിരുന്നു അതെ. അടുത്തത്, ഇഫ് വി were to go on a spontaneous adventure we would go to. എന്തെങ്കിലും ഒരു അഡ്വെഞ്ചർ ചെയ്യാനാണെങ്കിൽ അതെന്തായിരിക്കും? നമുക്കുണ്ടല്ലോ കുറെ സ്ഥലം. പോരട്ടെ. യൂറോപ്പിലുണ്ടോ മനുഷ്യട്ട സ്ഥലം?
എന്നാ ജർമ്മനി. ജർമ്മനിയിലേക്ക് പോകാനായിരിക്കും. Yes. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്വഞ്ചറസ് ആയി ട്രൈ ചെയ്യണമെന്ന് വല്ലതും ഇങ്ങനെ സ്കൈ ഡൈവിങ്, ബഞ്ചി ജമ്പിങ് അങ്ങനെ എന്തെങ്കിലും? ആർക്കൊണ്ടി ചങ്കൂറ്റത്തിൽ ഈ മനുഷ്യനെ ഞാൻ വീണ്ടും ഒന്ന് കൊണ്ടുപോയി. ആർക്കൊണ്ടി ചങ്കൂറ്റം ഏഷ്യനെറ്റിൽ ഒരു റിയാലിറ്റി ഷോ ഖത്തറോ കാ ഖിലാഡി അവിടെ ഞാൻ ഒന്ന് കൊണ്ടുപോയി എല്ലാ അഡ്വഞ്ചർ ഒരുമിച്ച് എല്ലായിടത്ത് പോയിട്ട് ഞങ്ങള് അഡ്വഞ്ചർ സംഭവമാണ് മുമ്പ് ചെയ്യണം. ഇഷ്ടമാണ് ഇങ്ങനെ ചാടുക, ഓടുക, സെയിലിംഗ് ചെയ്തു, എല്ലാം ഒക്കെ ചെയ്തു, സ്പീഡ് ബോട്ടിംഗ് എല്ലാം ചെയ്തു. രണ്ടുപേരും ഈക്വലി അഡ്വഞ്ചറസ് ആണ്. ഓക്കെ, അപ്പൊ പിന്നെ ഫണ്ണായിരിക്കുമല്ലോ അല്ലെ ജീവിതം, അഡ്വഞ്ചറസ് ആയിട്ട്. എല്ലാം ഉണ്ട്. എല്ലാ തോന്നിയ ദിവസത്തിനും കൂടെ നിൽക്കുന്ന ഒരു പാർട്ണറാണ്. ആക്ച്വലി എനിക്ക് ബെസ്റ്റ് തിങ് അത് തന്നെയാണ്. ആസ് എ ഫ്രണ്ട് ഞങ്ങളെ ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഷെറിന്റെ ഞങ്ങള് മൂവി കാണാൻ എല്ലായിടത്തും ഓക്കെ. ഒരു ഹസ്ബൻഡ് വൈഫ് അല്ല, ആക്ച്വലി വി ക്യാൻ സേ നമ്മളൊരു ബെസ്റ്റ് ബഡ്ഡീസ് ആണ്. ആക്ച്വലി കാണുമ്പോഴോ ഭയങ്കര വഴക്കിടാണ്ട് ഇപ്പൊ വന്നപ്പോ തന്നെ ഈ ഷോർട്ടൊന്നും വരെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനീഷേട്ടനോടാണ്. ദ ഫണ്ണിയസ്റ്റ് തിങ് ദാറ്റ് ഹാസ് എവർ ഹാപ്പൻ ടു യു ഗൈസ് വാസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് നടന്ന ഒരു ഫണ്ണിയസ്റ്റ് ഇൻസിഡന്റ് ഓർമ്മ ഉണ്ടെങ്കിൽ? ആക്ച്വലി ഡാൻസിങ് സ്റ്റാറിന്റെ ഒരു സംഭവം ഉണ്ടായി. അപ്പോ അതില് ഞങ്ങൾക്ക് കോൺസെപ്റ്റ് തരും, ഈ സോങ് വേണം, ആ സോങ് വേണം. അപ്പൊ ഞങ്ങളുടെ ഡയറക്ടർ സർ സർഗോ സർ അവരുടെ ഐഡിയ ആണ്. അപ്പോ എന്റെ ഈ താടി മീശായിട്ട് ഗന്ധർവന്റെ അപ്പോ സാറിന്റെ ഐഡിയ ആയിട്ട് ഞാൻ ഗന്ധർവന്റെ സോങ്ങില് പെർഫോം ചെയ്യണം. അതില് ഞാൻ പ്രോപ്പർ ഗെറ്റപ്പ് യേശു ക്രിസ്തു പോലെ അപ്പൊ മൊത്തം സെറ്റ് പ്രാന്തി പിടിച്ച് ചിരിച്ച് അത് നല്ല ഫണ്ണിയസ്റ്റ്. ഞാനും എന്റെ ലൈഫിൽ വിചാരിച്ചില്ല ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊക്കെ, പിന്നെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ്. ഇപ്പോഴും ഗന്ധർവന്റെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും സർഗോ സർ ഡാൻസിങ് സ്റ്റാറിന്റെ ഡയറക്ടറാണ്. ഇപ്പോഴും പറയും സർ ഞാൻ ഗന്ധർവ ഇടയ്ക്കൊക്കെ എടുത്ത് കാണാറുണ്ടെന്ന് പറയും. അപ്പൊ എന്താ സംഭവം പുള്ളി പറയുന്നത്, അന്ന് കൺഫ്യൂഷൻ തീർക്കണം. ഒന്ന് ആലോചിച്ച് ഗന്ധർവൻ കൺഫ്യൂഷൻ മില്യൻസ് ആയിരുന്നു. ഗന്ധർവ ഡ്രസ്സില് ക്ലാസിക്കൽ ഡാൻസ് മെമ്മറബിൾ വൺ. ഡാൻസ് അറിയാൻ വയ്യാത്ത ആളെ അയ്യോ, പക്ഷെ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചത്. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ he will do it. ചെയ്യും, ഡിറ്റർമിൻഡ് ആണ് അത്രേ. നമ്മൾ ഓർക്കും പല ആൾക്കാരും സിനിമയിലെ പല കാര്യങ്ങളൊക്കെ പറയും വിട്ടുകളെ, ബട്ട് വൺസ് ഈ ഇത് ചെയ്യുന്ന തീരുമാനിച്ചാൽ he will do it. അതാണ് പിന്നല്ല.